നമസ്കാരം, എല്ലാവർക്കും മിനിസ് ലൈഫ്സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തമ്മിൽ കാണുമ്പോൾ തന്നെ അറിയാം എന്താ സംഭവം എന്നുള്ളത്. അപ്പം നമ്മുടെ വീട്ടിലെ ചതുരപ്പയർ നല്ലാണ്ട് ചതുരപ്പയറൊക്കെ പിടിച്ചിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളത് നട്ടുപിടിപ്പിക്കുന്ന രീതിയും അതിൻ്റെ വിളവെടുപ്പും അതുപോലെ തന്നെ അത് വെച്ചിട്ടുള്ളതായ ഒരു തോരനുമൊക്കെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്ക് നിർത്താതെയുള്ള മഴയും ഒക്കെ ആയിരുന്നു. മഴ, കാറ്റ്, വെള്ളപ്പൊക്കം ഇതൊക്കെ ആയിട്ട് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളതായ ഒരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു നമുക്ക് ഉണ്ടായത്. ഇപ്പം കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമായി വരുന്നു. അപ്പം നമുക്ക് വീണ്ടും കൃഷിയിലോട്ടൊക്കെ വരാം. നമ്മൾ ഓരോ മാസം എന്തെങ്കിലും കൃഷികളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ മഴയും വെള്ളവും കാറ്റും വെയിലും ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ പറമ്പിലോട്ട് പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇനിയുള്ള ഇതെന്ന് പറയുന്നത് നമ്മുടെ അയൽ സംസ്ഥാനത്തൊക്കെ നല്ല മഴയും കാറ്റും വെള്ളപ്പൊക്കവും ഒക്കെ ആണെന്ന് ഇപ്പം നമ്മുടെ ന്യൂസിലൂടെയും നമ്മുടെ പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ എന്ത് വേണം, ഇനിയിപ്പോൾ അവിടെ എല്ലാം വെള്ളം കയറി നശിക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും വില കൂടും. എല്ലാ സാധനങ്ങളും അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ തക്കാളിയുടെ വില തന്നെ നമ്മൾ കേൾക്കുന്നില്ല, ഇപ്പം 100 കവിഞ്ഞു. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ തക്കാളി നട്ടുപിടിപ്പിച്ചിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ ആശ്വാസമാണ്. അതേപോലെ തന്നെ എല്ലാ പച്ചക്കറികളും നട്ടുപിടിപ്പിച്ചിട്ടുള്ളവർക്ക് വളരെ ആശ്വാസകരമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഓരോന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ചതുരപ്പയർ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ വിളവൊന്ന് എടുക്കാം. അതാണ്ട് നിൽക്കുന്നുണ്ടോ, ഇതാണ് ചതുരപ്പയർ എന്ന് പറയുന്നത്. ഞാനും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിലെ ചതുരപ്പയർ നടുന്നത്. ഇത് കാണാൻ നല്ലൊരു രസമാണ്. നല്ല ചതുരാകൃതിയിൽ നല്ലാണ്ട് ചിറക് മാതിരിയൊക്കെ ഉണ്ട് 4 സൈഡിലും. അപ്പോൾ നമുക്കൊന്ന് പറിച്ചെടുക്കാം. ഇത് വളരെ വെയിറ്റ് കുറഞ്ഞൊരു സംഭവമാണ്. ഇത് നമുക്ക് വിറ്റ് ഒന്നും കാശൊന്നും മേടിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. കാരണം ഒരു 500 എണ്ണം ഇട്ടാൽ മാത്രമേ 1 കിലോ കാണത്തോളം തോന്നും. അത്രമാത്രം വെയിറ്റ് കുറവാണ് ഇതിന്. ഇത് വൈറ്റമിൻസിൻ്റെ കലവറ തന്നെയാണ് ഇത്. ഇതിനകത്ത് എല്ലാ വൈറ്റമിൻ എ, അതുപോലെ കാൽസ്യം, പ്രോട്ടീൻ എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ചതുരപ്പയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇലയും എല്ലാം നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. ഇല തോരൻ വയ്ക്കാനും അതുപോലെ കാതണ്ട കണ്ടില്ല. അപ്പം നമുക്ക് ദാണ്ട് ഒരു ചതുരപ്പയറിൽ നിന്ന് കിട്ടിയാണ്. ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് തോരൻ വെക്കാനുള്ളത് കിട്ടിക്കഴിഞ്ഞു, കണ്ടില്ലേ. അപ്പം നമ്മൾ 1, 2, 3 ഇങ്ങനെ നട്ടുപിടിപ്പിച്ചാലും നമുക്ക് ആവശ്യമുള്ളതായ ചതുരപ്പയർ നമുക്ക് കിട്ടും. അതുപോലെ ഈ ചതുരപ്പയറിന് മാത്രമല്ല, മറ്റ് ഏത് പച്ചക്കറിയാണെന്നുണ്ടെങ്കിലും നമ്മൾ അത്യാവശ്യം കൂടുതലൊന്നും നടണമെന്ന് ഞാൻ പറയത്തില്ല. 1, 2 അല്ലെങ്കിൽ 3 ഗ്രോ ബാഗിനകത്ത് എല്ലാത്തിൻ്റെയും 3 എണ്ണമെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ നമുക്കിന് മാറി മാറി എന്തെങ്കിലുമൊക്കെ നമ്മുടെ കറികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിത്തുകളോ ഗ്രോ ബാഗുകളോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ വിത്തുകളും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല മെച്ചപ്പെട്ട ഗ്രോ ബാഗ്സ് നിങ്ങൾക്കറിയാമല്ലോ, 2 ടൈപ്പിലുള്ള ഗ്രോ ബാഗുകളുണ്ട്. അതും നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് കൃഷിയൊക്കെ വീണ്ടും നല്ല ഉഷാറാക്കി കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുക. ഇതാണ് ചതുരപ്പയറിൻ്റെ വിത്തെന്ന് പറയുന്നത്. നല്ല കറുത്ത മണികളായിരിക്കും. അതുപോലെ തന്നെ ഒരു 3 ടൈപ്പോളം നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അതിൻ്റെ വയലറ്റ് കളർ ഉണ്ടായിരുന്നു, വയലറ്റ് കളർ ചതുരപ്പയർ, പിന്നെ വേറെ റെഡ് ബ്രൗൺ ആയിട്ടുള്ള ഒരു വിത്തുള്ള ചതുരപ്പയർ. അങ്ങനെ 3 ടൈപ്പ് വിത്തുകൾ നമ്മുടെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഇത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ വിത്തുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ എല്ലാ വിത്തുകളും നമുക്ക് അതിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം നമുക്കിത് എങ്ങനെയാണ് കുഴിച്ചിടുന്നത് നോക്കാം. അപ്പം ഞാൻ എന്താണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തന്നെ നമ്മുടെ ഒരു ഗ്രോ ബാഗാണ്. അപ്പം നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഗ്രോ ബാഗാണ് ഇത് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഗ്രീൻ ഗ്രോ ബാഗിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടായി കാണുമായിരിക്കും. ഇപ്പം ചിലരൊക്കെ ചോദിക്കാണ്ട് ഇതിൻ്റെ നടുക്ക് എന്തിനാണ് ഒരു വെള്ള വള്ളിയെന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമുക്കാണ്ട് ഇതേപോലെ കുറച്ച് കയറ് നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്ത് നമ്മുടെ പന്തലിലോട്ട് കയറ്റി വിട്ടാൽ നമ്മുടെ ഈ പയറോ എങ്ങനെ പടരുന്ന എന്ത് സാധനങ്ങളും പന്തലിലോട്ട് അങ്ങ് പെട്ടെന്ന് അങ്ങ് പൊക്കോളും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഈ ചതുരപ്പയർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണ്ണ് തന്നെയാണ്. അപ്പം ആ പഴയ ചെടിയൊക്കെ പറിച്ച് മാറ്റിയിട്ട് നമ്മുടെ മണ്ണൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല കറകറാന്നിരിക്കുന്ന നോക്കിയേ. അപ്പം നമ്മുടെ കമ്പോസ്റ്റുകളും കരിയിലയും എന്ത് നമ്മളിട്ടാലും നല്ലതുപോലെ പൊടിഞ്ഞ് അതൊരു വളമായിട്ടങ്ങ് മാറിക്കോളും. അപ്പം നമുക്ക് ഈ ചതുരപ്പയർ ഞാൻ വെള്ളത്തിൽ കുതിർക്കുന്നതൊന്നുമില്ല, ഇങ്ങനെ ഡയറക്റ്റ് മണ്ണിലങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. ഒരു 3-4 എണ്ണം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ വേറെ ഗ്രോ ബാഗിനകത്തോട്ട് ഇത് കിളിച്ച് വരുമ്പോൾ 4 പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പറിച്ച് മാറ്റി നടാം.
ഇത് എപ്പം നട്ടെന്ന് പറഞ്ഞാലും ഇതിന്റെ സീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒക്ടോബർ നവംബർ മാസത്തിലാണ് ഇതിനകത്ത് കായൊക്കെ പിടിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മളൊരു ഓഗസ്റ്റ് മാസത്തിലേ നടണമായിരുന്നു ഇത്. കാരണം പിന്നെ ഓഗസ്റ്റ് മാസത്തിൽ ഓരോ മാസത്തിലും ഉള്ള കൃഷി രീതികൾ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറയുമായിരുന്നു ഈ ചതുരപ്പയറിന്റെ കാര്യമൊക്കെ. അങ്ങനെ പയറൊക്കെ നട്ടവർക്ക് ഇഷ്ടം പോലെ പയർ ഇപ്പം പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഈ തണുപ്പ് സമയമാണ് ഇതിന് ഏറ്റവും പ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്ത് നിന്ന് നല്ലതുപോലെ പൂവും കായും ഒക്കെ നമുക്ക് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് എന്തൊക്കെയാണ് വളം ഇടുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഒരു പിടി എല്ലുപൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ഗ്രോ ബാഗിനകത്ത് മാത്രമേ ഈ ചതുരപ്പയർ നട്ടിട്ടുള്ളൂ. ഒരുപാടൊന്നും നട്ടിട്ടില്ല, കാരണം നമ്മൾ ആദ്യമായിട്ട് നടുന്നതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് നടാമല്ലോ എന്ന് കരുതി. ഇപ്പം നമുക്ക് അതിൻ്റെ ചുവട്ടിലോട്ട് ഈ വളം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ എന്തും ചെയ്യുമ്പോഴും ഇപ്പോൾ ഈ ഗ്രോ ബാഗിനകത്താണ്. ഇപ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെ ചുവട് താണ്ട് ഇത്ര ആയിട്ടേ ഉള്ളൂ, കണ്ടില്ലേ? ഞാനൊരു കമ്പും കൂടെ വെച്ച് കൊടുത്ത് ഇതിനെ പന്തലിലോട്ട് കയറ്റി വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വളമൊക്കെ ഇടുമ്പോൾ ചെറുതായിട്ട് നമ്മൾ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണമെന്ന് ഞാൻ തുടക്കം മുതലേ പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ വേരിനൊക്കെ നല്ലൊരു ഓട്ടം ഉണ്ടാവാനൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ മണ്ണ് ഇളക്കിയിടുന്നത് ഓരോ വളം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ചാണകവും എല്ലുപൊടിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് ചാണകം മാത്രമായാലും മതി. ഇപ്പം ചാണകം ഇല്ലാത്തവർക്ക് നമ്മുടെ വീട്ടിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന എളുപ്പ വിദ്യയൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാമെങ്കിൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ മാത്രം മതി നമുക്ക് എല്ലാ ചെടികൾക്കും വളം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നമുക്ക് കുറച്ച് മണ്ണും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വളം നമ്മൾ ഒരു ചെടിക്ക് കൊടുത്താലും അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലും കട്ടിയുള്ള വളം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ഇതിനകത്തുനിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. ബ്രൗണി രാവിലെ വന്ന് കാവലിരിക്കുകയാണ്. കിച്ചണിന്റെ വാതിക്കെ വന്ന് ഇരിക്കുകയാണ്. അതിനങ്ങ് അകത്ത് നിന്ന് കളിച്ചാൽ മതി. ഭയങ്കര കുരുത്തക്കേടാ. ഓരോ ദിവസവും ഇച്ചിരിച്ച് ഞങ്ങളുടെ ബ്രൗണിയെയും ബ്രൂണോയും ഒന്ന് കാണിക്കണേന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് കണ്ട ഇച്ചിരി നേരം അവനെ ഒന്ന് കാണിക്കാം. അവൻ വളർന്നോ ഇല്ലെന്നൊക്കെ എല്ലാവർക്കും ഒന്ന് അറിയാനുള്ള ആകാംക്ഷ ഇതേ അല്ലേ? ശരിയൊക്കെ വളർന്നു അച്ചാച്ചൻ്റെ പപ്പയെന്നോ അച്ചാച്ചനെന്നോ ആർക്കറിയാം? എടാ ബ്രൂണോ എടുത്തു. ഭയങ്കര ഓട്ടമൊക്കെ. ബ്രൂണോയ്ക്കൊന്നും സഹിക്കത്തില്ല കേട്ടോ. കുറേ പേര് നമ്മുടെ ഇവന്റെ വീഡിയോ കണ്ടിട്ടേ നമ്മുടെ ബ്രൗണിയെ തരുവോ ചോദിക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും നമ്മൾ ആദ്യം കരുതി ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാൻ തരും. പക്ഷെ ഈ ചെറുക്കൻ ഇപ്പൊ നമ്മുടെ പോയല്ലേ, നമ്മുടെ ഓമനക്കുട്ടനായി ഇവനങ്ങ്. കഷ്ടം, കനാലിൽ കിടന്ന് ചത്തു പോണ്ട കൊച്ച. അവനിവിടെ നല്ല കുട്ടിയായിട്ട് വളരുന്നുണ്ട്. ചേച്ചി കടിക്കുന്നോ? സിറ്റ് ഡൗൺ അവിടെ ഇരിക്കുക. ഇരിയവിടെ എന്തൊരു അനുസരണയാണ്. ബ്രൂണോയെ പോലെ തന്നെ അനുസരണ കൂടുതലാണ്. അവിടെ ഇരിയുടെ കടിക്കാതെ അവിടെ ഇരിക്കും. പാല് കൊണ്ടുവരാം. അവിടെ ഇരുന്നോ. ആ കിച്ചണിൽ ആരാ മുട്ടുന്നേ? നമ്മൾ തുറന്നില്ലെങ്കിൽ അവിടെ നിന്ന് കൊട്ടുവോ വരില്ലയോ? 2 കാലും വെച്ചിട്ട് ചാടി ചവിട്ടും. ഉണ്ടാക്കും. ഇങ്ങോട്ട് വാ. ഇടക്കാളി തിരക്കകത്ത് നിന്നാ മതി അവന്. ബ്രൂണോ ബ്രൗണി നോക്കുന്നുണ്ടോ? ബ്രൂണോ ഇഞ്ഞു വാടാ നീ. ബ്രൗണി നോക്കിയിരിക്കുന്ന നോക്കി ബ്രൂണോ. പാവം കൊച്ചു നോക്കിയിരിക്കുന്ന. അയ്യോ പാവം. ഇനി ബാ ബ്രൂണോ. പിണക്കാന്നാ? ബ്രൂണോക്ക് അങ്ങ് സങ്കടവാ. ഇനി വാ ബ്രൂണോ. അച്ചാച്ചനെ വിളിച്ചോണ്ട് വേടാ. നമ്മുടെ തോരന് ആവശ്യമായ പച്ചമുളകും കൂടെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമ്മളങ്ങ് വെച്ചാലോ. അപ്പം പലപ്പോഴും ഞാൻ പറയുന്നതാണ്, പച്ചമുളകൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നട്ടുപിടിപ്പിക്കുക. നല്ല അടിപൊളി പച്ചമുളക് കണ്ടോ? ഒരെണ്ണത്തിൻ്റെ വലിപ്പം കണ്ടോ?
അപ്പോൾ ഈ തോരനൊക്കെ അങ്ങോട്ട് നമ്മൾ എടുക്കുമ്പോൾ പച്ചമുളകും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് പറിച്ചുകൊണ്ട് അങ്ങ് പോകണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും എടുക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ നട്ടുപിടിപ്പിച്ചാലും നമുക്ക് യഥേഷ്ടം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ചതുരപ്പയർ, അതായത് നമ്മുടെ ഇറച്ചിപ്പയർ എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക. അതിന് വേണ്ടിയിട്ട് തോരൻ വയ്ക്കുന്നതിനായിട്ട് ഒരു സവോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് തേങ്ങയും വേണം, പിന്നെ വെളുത്തുള്ളി ജീരകം കൂടെ ഞാനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് കാണിച്ചു തരാം. ഇതിന് അരിഞ്ഞുകൊണ്ട് വരട്ടെ. അപ്പോൾ ഇത് അരിഞ്ഞെടുക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഈ തണ്ട് മാത്രം ഒന്ന് കളഞ്ഞിട്ട് ഇതിൻ്റെ മൊത്തത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാമെന്നേ ഉള്ളൂ. ഇതിനകത്ത് ഒന്നും കളയാനില്ല കേട്ടോ. അതിൻ്റെ നടുക്കൊന്ന് കൊത്തിയിട്ട് നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ അങ്ങ് അരിഞ്ഞാൽ മാത്രം മതി. നമ്മൾ മൂക്കുന്നതിന് മുമ്പ് നമ്മളിത് പിച്ചെടുക്കണം. അപ്പം നമ്മുടെ ചതുരപ്പയർ ഞാൻ ഇതാണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു പച്ചക്കറി ആണെന്നുണ്ടെങ്കിലും നമ്മൾ അരിയുന്നതിലും ഉണ്ട് ഒരു ടേസ്റ്റ് വ്യത്യാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ തോരന് വേണ്ടിയിട്ട് ഒരു സവോളയും കൂടെ അതിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് വസ്തുക്കൾ നമ്മൾ അവിയലിൽ അരിയുകയെന്നുണ്ടെങ്കിൽ അവിയലിന് അരിയേണ്ട രീതിയിൽ അരിഞ്ഞാൽ മാത്രമേ അവിയലിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. തോരനാണെന്നുണ്ടെങ്കിൽ അത് അരിയേണ്ടുന്ന ഒരു രീതിയുണ്ട്, കനം കുറച്ച്, എങ്കിൽ മാത്രമേ നമുക്ക് വിചാരിക്കുന്ന മാതിരിയുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് തോരൻ വയ്ക്കാനായിട്ട്. അതിനകത്തോട്ട് 2 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു നുള്ള് ജീരകം ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതൊന്നും അളവൊന്നും കൂടേണ്ട കാര്യമൊന്നുമില്ല, കുറേശ്ശെ മതി. ഞാൻ ഒരു തണ്ട് കറിവേപ്പിലും കൂടെ അതിട്ട് കൊടുത്തിട്ട് നമുക്കതിനെ ഒന്ന് കറക്കി കൊണ്ടുവരാം. അപ്പോൾ അതിനകത്ത് ഒരു പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി മുളക് പൊടിയൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ തേങ്ങ നമ്മുടെ ജാറിനകത്ത് ഒന്ന് കറക്കി വെച്ചേക്കുന്നുണ്ടോ, ഇതേപോലെ ഒരുപാട് അങ്ങ് അരഞ്ഞും പോകരുത്, എങ്കിൽ നല്ലതുപോലെ ഒന്ന് ചതയ്യം വേണം, ആ രീതിയിൽ എടുക്കുക. അപ്പം നമ്മുടെ തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് എണ്ണയും ഒഴിച്ചിട്ടുണ്ട്, ആവശ്യമുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചതുരപ്പയർ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നമുക്ക് വെച്ച് കുറഞ്ഞിരുന്നാലും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാം. കൂടിപ്പോയാൽ പിന്നെ കുറയ്ക്കാൻ പാടുപെടും. നല്ലതുപോലെ നമുക്ക് ഇടയ്ക്ക് കൂട്ടി വയ്ക്കാം. അതിന് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി, ഒരുപാട് വെള്ളം എടുത്ത് ഒഴിച്ചു കളയരുത്. സ്വല്പം വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു, ആ ജാറൊന്ന് കഴിഞ്ഞ് നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കാം. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ തോരൻ റെഡി ആയതെന്ന് നമുക്ക് നോക്കാം. അപ്പം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചതുരപ്പയർ തോരൻ. കണ്ടോ, നമ്മൾ ഇപ്പം മഞ്ഞൾപ്പൊടി ഒന്നും ഇടുന്നില്ല, നമ്മൾ മിക്സിയിൽ ചതയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ തിരിങ്ങി ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ. അത് പക്ഷേ ഇതിനകത്ത് വെളുത്തുള്ളിയും ജീരവും ചേർത്ത് ചെയ്യുമ്പോഴാണ് ഒരു ടേസ്റ്റ്. നമ്മുടെ നിത്യവഴുതനയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വെളുത്തുള്ളിയും ജീരവും ചേർക്കാതെ തേങ്ങ തിരുമ്മി ചേർത്തായിരുന്നു ഞാൻ ചെയ്തത്. അതും ടേസ്റ്റാണ്. അങ്ങനെ 2 രീതിയിലും അതും ചെയ്യാം, ഇതും ചെയ്യാം. നമ്മുടെ ചതുരപ്പയർ തോരൻ റെഡി. തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ നമ്മുടെ മുറ്റത്ത് നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് കറി വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ചെടിക്കകത്ത് പഴുത്ത ഇലകളൊക്കെ വരുവാന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് പറിച്ച് മാറ്റി കളയുക. എന്നിട്ട് ഇതിനകത്ത് വലിയ കീടശല്യങ്ങളൊന്നും അധികം ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മുടെ ഈ ചതുരപ്പയറിനകത്ത് ഈച്ച കുത്തിയോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇലക്കകത്ത് ചിലപ്പം പുഴുവിൻ്റെയൊക്കെ ശല്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് പറയുമ്പോൾ ഈ വിവേറി എന്നുള്ള ജൈവ കീടനാശിനി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തളിച്ചു കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ കലർന്ന വെളുത്തുള്ളി മിശ്രിതം, അതും കൂടെ വേപ്പെണ്ണയും വെളുത്തുള്ളിയും കലർന്ന മിശ്രിതം നമുക്ക് അടിച്ചു കൊടുത്താൽ അത് ഈ പുഴുവിനൊക്കെ നമുക്കൊരു മാറ്റം കിട്ടുന്നതായിരിക്കും. എന്തായാലും കൂടുതൽ കീടങ്ങളുടെ ശല്യമൊന്നും ഇല്ലാത്ത ഒരു ചെടി തന്നെയാണ് നമ്മുടെ ഈ ചതുരപ്പയർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്ന ഒരു വിള തന്നെയാണ് ചതുരപ്പയർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ നടാനായിട്ട് ശ്രമിക്കണം. അപ്പം നിങ്ങൾക്ക് വിത്തുകളോ ഗ്രോബാഗുകളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ നല്ല ഇനം വിത്തുകളും അതുപോലെ നല്ല ഇനം ഗ്രോബാഗ്സും നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പടിക്ക് തന്നെ അത് എത്തുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ കൃഷി സ്നേഹിക്കുന്ന എല്ലാവർക്കും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.